പാകിസ്ഥാനിലെ ഭയപ്പാട് ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം നമുക്ക് അവിടെ നിന്നുള്ള നമ്മൾ സ്ട്രിങ്ങേഴ്സിന്റെ റിപ്പോർട്ടേഴ്സിന്റെ ഒക്കെ ഉള്ള വാർത്തകൾ ഇപ്പൊ ഡോണൊക്കെ എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം അവിടെ ഒരു ഭയത്തിന്റെ കരിനിഴൽ പാകിസ്ഥാനിൽ ആകെ മൂടിയിട്ടുണ്ടെന്ന്. അതിനൊരു പ്രധാന കാരണം കൂടിയുണ്ട്. നമ്മൾ ഈ പാകിസ്ഥാനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് പാകിസ്ഥാന്റെ അവസ്ഥ എന്നുള്ളത് വളരെ പരിതാപകരമാണ്. ഇപ്പം ഈ മെയ് മാസം 9-ാം തീയതിയാണ് IMF-ഉമായിട്ടുള്ള മീറ്റിംഗ് അവർ ചേരാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. അത് എന്തിനാണെന്ന് വെച്ചാൽ $1.3 ബില്യൺ ഒരു സഹായം പാകിസ്ഥാനിന് അനുവദിച്ച് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു മീറ്റിംഗ് ആണിത്. 1.3 ബില്യൺ നമ്പർ നോട്ട് ചെയ്യുക. നമ്മുടെ ഇന്ത്യയുടെ റിസർവ് എന്ന് പറയുന്നത് ഏകദേശം $630 ബില്യൺ ആണ്. അപ്പൊ നമ്മൾ ഈ ഇന്ത്യയും പാകിസ്ഥാനും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ചില വസ്തുതകൾ ഫാക്ച്വൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പാകിസ്ഥാൻ നമ്മളുടെ അടുത്തൊന്നും എത്തുന്ന രീതിയിലല്ല ഇപ്പൊ കാര്യങ്ങൾ നിലനിൽക്കുന്നത്. പിന്നെ പറയാനുള്ളത് യെസ്, ഇത്തരത്തിലുള്ള ഒരു റോക്ക് സ്റ്റേറ്റ്, ഒരു തെമ്മാടി രാജ്യത്തിന് മറ്റ് രാജ്യങ്ങളിൽ കയറിപ്പോയി ഇതേപോലെ കുറ്റിത്തിരിപ്പുണ്ടാക്കാൻ വളരെ ഈസിയാണ്. അപ്പൊ അതിന്റെ ഒരു റിഫ്ലക്ഷൻസ് ആണ് നമ്മൾ ഇവിടെ ഈ പുൽവാമയിൽ കണ്ടത്. ഇതിന്റെ ഏറ്റവും വലിയൊരു ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു യുദ്ധം എന്നത് പലപ്പോഴും രണ്ട് രാജ്യങ്ങൾ തമ്മിൽ കൺവെൻഷനലി ചെയ്യേണ്ട ഒരു സംഗതിയാണ്. ഇന്ത്യയെ സംബന്ധിച്ചുള്ളത് ഇപ്പൊ യുദ്ധം ചെയ്യേണ്ടത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്, ഒരു ഭീകരവാദ ഫാക്ടറിക്കെതിരെയാണ്. അപ്പൊ അതിന്റെ സ്ട്രാറ്റജി തന്നെ വ്യത്യാസം ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. പിന്നെ ഇതിൽ പലരും സൂചിപ്പിച്ച പോലെ ഇന്റർനാഷണൽ സപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മൾക്ക് ഒരു മോറൽ സപ്പോർട്ട് പല രാജ്യങ്ങളിൽ നിന്നും കിട്ടാമെന്നല്ലാതെ യുദ്ധം ചെയ്യുകയാണെങ്കിൽ യുദ്ധം ചെയ്യേണ്ടത് നമ്മൾ തന്നെയായിരിക്കും. പക്ഷെ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെ ആവാനാണ് സാധ്യത. കാരണം ചൈനയുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് ചിലപ്പം തോക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ ഇവരുടെ ട്രെയിനിങ് കൊടുക്കാനോ അല്ലെങ്കിൽ ഫൈറ്റേഴ്സ് ട്രെയിനിങ് ഉള്ള സൗകര്യങ്ങളൊക്കെ ചിലപ്പം ചൈന കൊടുക്കുന്നുണ്ടെങ്കിലും കൂടെ ഒരു എക്സ്പ്ലിസിറ്റ് ആയിട്ടൊരു സപ്പോർട്ട് ചൈനയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനുള്ള പ്രധാന കാരണം എന്ന് വെച്ചാൽ ഈ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നതിലൂടെ ചൈനയ്ക്ക് നഷ്ടമാവാൻ പോകുന്നത് ഏകദേശം $1 ട്രില്യൺ ട്രേഡ് ഡെഫിസിറ്റ് ആണ്. ഇന്ത്യയുമായുള്ള ട്രേഡ് ഡെഫിസിറ്റ് ചൈനയുടെ ഒരു $1 ട്രില്യൺ ആണ്. അപ്പൊ പ്രത്യേകിച്ച് ഇന്ന് ചൈന അനുഭവിക്കുന്ന ഒരു ട്രേഡ് ബാരിയറിന്റെ അല്ലെങ്കിൽ ട്രേഡ് മൊറട്ടോറിയത്തിന്റെ ഒരു സാഹചര്യത്തിൽ ചൈന അത്തരത്തിലുള്ള ഒരു സാഹസത്തിന് മുതിരും എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇപ്പൊ പാകിസ്ഥാന്റെ മുന്നിൽ കാണുന്ന ഈ സംഗതികളുണ്ട്. ഇപ്പൊ UN പോകുന്നു, മറ്റു രാജ്യങ്ങളിൽ പോയിട്ട് ബഹളം വെക്കുന്നതെല്ലാം ഒരു തരത്തിലുള്ള പോസ്റ്ററിംഗ് ആണ്. പാകിസ്ഥാന്റെ ഭാഗത്ത് നമ്മൾ വളരെ കാലങ്ങളായിട്ട് നമ്മൾ കണ്ടതാണിത്. ഇപ്പൊ മുഷറഫിനെയൊക്കെ നമ്മൾ കവർ ചെയ്ത സമയത്ത് നമുക്ക് അറിയാൻ പറ്റും എന്തൊരു കോൺഫിഡന്റ് ആയിട്ടായിരുന്നു ഈ കാർഗിൽ യുദ്ധ സമയത്ത് മുഷറഫ് വന്ന് TV സംസാരിക്കുന്നത്, രാജ്യത്തോട് അഭിസംബോധന ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. ഈ സ്വാതന്ത്ര്യ സമര സേനാനികളാണ് ഈ യുദ്ധം ചെയ്യുന്നതെന്നും വളരെ വളരെ കോൺഫിഡന്റ് ആയിട്ട് വന്ന് രാജ്യത്തോട് അഭിസംബോധന ചെയ്ത നേതാക്കന്മാർ ഇതിലുണ്ടായിട്ടുണ്ട്. പക്ഷെ ആ കാലത്തിൽ നിന്നും ഇന്ത്യ ഒരുപാട് ദൂരം നടന്നു കഴിഞ്ഞിട്ടുണ്ട്. 2001 പാർലമെന്റ് അറ്റാക്ക് ഉണ്ടായ സമയത്തോ അല്ലെങ്കിൽ 2008 മുംബൈ അറ്റാക്കിന്റെ സമയത്തുണ്ടായിരുന്നോ ഇന്ത്യ അല്ല 2025 ഇന്ത്യ എന്നുള്ളത്. സ്ട്രാറ്റജിക്കലി ആയിട്ടാണെങ്കിലും ഡിഫെൻസീവ് ആയിട്ടാണെങ്കിലും ഫൈനാൻഷ്യലി ആണെങ്കിലും പാകിസ്ഥാനിന് ഒരുപാട് ദൂരം നമ്മൾ നടന്ന് കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ റിഫ്ലക്ഷൻസ് നമ്മുടെ സ്ട്രാറ്റജിക് തിങ്കിങ്ങിലും നമ്മുടെ നിലപാടുകളിലും നമ്മൾ ഏത് തരത്തിൽ നമ്മൾ റിയാക്ഷണറി ആയിട്ടല്ല പലപ്പോഴും പാകിസ്ഥാനായിട്ട് നമ്മൾ ഒരു കാലമായിട്ട് അങ്ങനെയായിരുന്നു. പാകിസ്ഥാൻ എന്തെങ്കിലും ചെയ്ത് അതിന് റിയാക്ഷൻ ആയിരുന്നു നമ്മുടെ ഒരു രീതി. നമ്മൾ റിയാക്ഷൻ എന്നുള്ള തലത്തിൽ നിന്നും ഒരു പ്രോ ആക്റ്റീവ് ആയിട്ട് നേരത്തെ ഇവിടെ ആരോ സൂചിപ്പിച്ച പോലെ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു 5, 8, 10 വർഷത്തിനുള്ളിൽ ചെയ്തു തീർക്കേണ്ട ചില ടാർഗറ്റഡ് ആയിട്ടുള്ള ചില ഒരു ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടുള്ള ഒരു നിലപാടായിരിക്കും ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടാവുക. അതിന്റെ ഒരു ഉദാഹരണമാണ് സിന്ധു നദീജല കരാറ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്.